ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് 1 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പൊടിച്ചത് ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു ചെറിയ തരിയോടുകൂടെ തന്നെയാണ് ഞാൻ ഇതിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റവയിലേക്ക് തൈരും വെള്ളവും എല്ലാം നന്നായി മിക്സായി കിട്ടുന്ന വിധത്തിൽ ഞാൻ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് സമയത്തോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കവർ ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇതിന് വേണ്ട ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം വാളൻപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു പീസ് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നീട് 1/4 കപ്പ് അളവിൽ കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടല, റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ചെറിയ ഒരു തരിതരിയോടുകൂടിയാണ് ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പുതിന ഇല ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് 2-3 പീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില മാത്രമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കുന്നില്ല. ആ മല്ലിയില ഒന്ന് ക്രഷായി കിട്ടുന്ന വിധത്തിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാനിത് ചെറിയ ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണമോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് താളിച്ച് ചേർക്കണം. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് നെടുകെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ചട്നിയിലേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നിലക്കടലയും അതുപോലെ തേങ്ങയും ചേർത്ത ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആ തൈരിലും വെള്ളത്തിലും നന്നായി കുതിർന്ന റവ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലേക്ക് പകരം വേണമെങ്കിൽ കറിവേപ്പില പൊടിയായി അരിഞ്ഞും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി മിക്സാക്കിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് അല്പം ഉപ്പും ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുത്തിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ
കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആ റവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർത്തിട്ടില്ല, കാരണം കുറച്ച് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എനിക്ക് റവ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് വേറെ വെള്ളം ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കുറച്ച് കട്ടിയുള്ള ഒരു ബാറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അത് കരുതി അധികം ലൂസായി പോകുന്ന ഒരു അവസ്ഥ വരരുത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി നിൽക്കുന്ന ഓയിലിനകത്തേക്കാണ് ഞാനിവിടെ മാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൈ നനച്ച് കുറേശ്ശെയായിട്ടൊന്ന് കോരിയിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൈയൊന്ന് നനച്ചിട്ട് നമ്മൾ മാവ് എടുക്കുകയാണെങ്കിൽ ചെറിയ വിധത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം അതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായി കുക്കായി കിട്ടണമെങ്കിൽ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. അതേ രീതിയിൽ രണ്ടാമത്തെ റൗണ്ടും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവയുടെ കൂട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത് ചേർത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾവശം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയും ആയി കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് വേണം നമ്മളിത് അടുപ്പിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ. അപ്പോൾ ഈ രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം ഞാനിത് അടുപ്പിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അടുപ്പിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ബാറ്റർ എല്ലാം ഞാനിവിടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.